എംസിയെ വിളിച്ചിട്ടുണ്ട്, കുറെ വൈഫും പറഞ്ഞു കൂടുതൽ നീട്ടി പറഞ്ഞില്ല. ബാംഗ്ലൂരിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒരു സൗകര്യം ഞാൻ പലപ്പോഴും യുപിയിൽ പറയാറുണ്ട്. മാസത്തിൽ 11 മാസം മാത്രം, വർഷത്തിൽ 11 മാസം മാത്രം ജോലിക്ക് പോയാൽ മതി. ഒരു മാസം ഫുൾ സാലറിയോട് വീട്ടിലിരിക്കാം. ബാക്കിയുള്ള 11 മാസം ശനിയും ഞായറും ലീവാണ്. അതുപോലെ തന്നെ പബ്ലിക് ഹോളിഡേസ് അറിയണ്ടോ, മാസത്തിൽ 20 ദിവസമൊക്കെ വർക്കിംഗ് ഉണ്ടാവുള്ളൂ. അതിൽ തന്നെ ആഴ്ചയിൽ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാൻ സുഖം 2, 3, 4 ദിവസമൊക്കെ ഓഫീസിൽ പോവുള്ളൂ. പോയാൽ തന്നെ ആകെ 4 മണിക്കൂർ AC കാളിരിക്കുന്ന പരിപാടി മാത്രമാണ്. കല്യാണം കഴിഞ്ഞ് ഫാമിലി ആയിട്ട് ബാംഗ്ലൂർ പോലെ സെറ്റിലായി നിൽക്കുന്ന സമയത്താണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരുപാട് വിഷയങ്ങൾ ചിന്തിക്കേണ്ടതുണ്ടായിരുന്നു. എൻ്റെ ഭാര്യയ്ക്ക് തൈറോയിഡുമായി ബന്ധപ്പെട്ട ഒരു 3 അബോർഷനൊക്കെ സംഭവിച്ചതിന് ശേഷം ഭാര്യ പ്രഗ്നന്റ് ആയി നിൽക്കുന്ന സമയത്താണ് ഇൻഡസ്ട്രി ഫുൾ ടൈം ആയിട്ട് ഏറ്റെടുക്കാൻ തീരുമാനിക്കുന്നത്. ആലോചിച്ച് നോക്കണം, ആ ഒരു പൊസിഷനിൽ ഭാവിയെ കുറിച്ച് ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട സമയമാണ്. ഭാര്യ ഗർഭിണിയാണ്, ഇനി എനിക്ക് ഉത്തരവാദിത്തം വരാൻ പോവാണ്. ആ സമയത്താണ് ഇൻഡസ്ട്രി ഫുൾ ടൈം ആയിട്ട് ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, എന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങൾ എത്രമാത്രം ആലോചിക്കുന്നില്ല. ഞാൻ നന്നായിട്ട് ആലോചിച്ചു. ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം നോക്കേണ്ടോ അതെല്ലാം നോക്കി പെർഫെക്റ്റ്ലി ഓക്കെ ആണെന്ന് ബോധ്യമായിട്ടാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്തത്. അന്ന് നിർത്തി ഇറങ്ങിയത് 1.5 ലക്ഷം സാലറി ഒഴിവാക്കി പോകുന്നുണ്ടെങ്കിൽ ഇവിടെ 2-1 തീരുമാനിക്കാൻ, ഇവിടെ ഒരു അറ്റം കണ്ടിട്ടേ അടങ്ങുമെന്ന് തീരുമാനിച്ചു തന്നെയാണ് നിർത്തി പോകുന്നിട്ടുള്ളതെല്ലാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ വെറുതെ വന്നിട്ടില്ല. ഡയമണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ 1 കോടിയാണ്. സാധാരണ പറയാറുണ്ട് 1 ലക്ഷം നിങ്ങൾ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ അക്കൗണ്ടിൽ 10 ലക്ഷം വരും. 10 ലക്ഷം വന്നിട്ടുണ്ടെങ്കിൽ ആ അക്കൗണ്ടിൽ 1 കോടി വരും. ഇന്ന് ഈ അക്കൗണ്ടിൽ 1 കോടി വന്നിട്ടുണ്ടെങ്കിൽ 10 കോടിയും ഈ അക്കൗണ്ടിൽ വരും. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അഭിലാഷ് സാർ എപ്പോഴും പറയാറുണ്ട്, ഇൻഡസ്ട്രിയിൽ ആദ്യത്തെ ബ്ലാക്ക് ഡയമണ്ട് സുജിത് ഖാൻ ആണെങ്കിൽ, ആദ്യത്തെ റോയൽ ബ്ലാക്ക് ഡയമണ്ട് അംബാസിഡർ എന്നുള്ളത് പ്രേംകുമാർ സാർ ആണെങ്കിൽ, നമ്മുടെ ഫസ്റ്റ് ക്രൗൺ ബ്ലാക്ക് ഡയമണ്ട് അംബാസിഡർ എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പോഴും ഏതോ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാണ് അഭിലാഷ് സാർ വിശ്വസിക്കുന്നത് പറയാറുണ്ട്. സത്യത്തിൽ ആ വിശ്വാസം തെറ്റാണ്. ആ വ്യക്തി കോളേജ് പഠനം കഴിഞ്ഞ് അദ്ദേഹം MTech കഴിഞ്ഞ് അദ്ദേഹം 5 വർഷം IBM ജോലി ചെയ്ത് ഇൻഡസ്ട്രിയിൽ ഐഡിയ അടിച്ച് 1 കോടി രൂപ വരുമാനമായിട്ട് ഇന്ന് ഈ സ്റ്റേജിൽ നിൽക്കുന്നുണ്ട്. ഇൻഡസ്ട്രിയിലെ ആദ്യത്തെ ക്രൗൺ ബ്ലാക്ക് ഡയമണ്ട് അംബാസിഡർ എന്ന റാങ്ക് അടിച്ചിരിക്കും എന്നുള്ളൊരു വാക്കുകൂടി തന്നുകൊണ്ട് ഇവിടുന്ന് വിടവാകുകയാണ്. Wish you all the best. Thank you all.